പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ തകർച്ചയുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവർ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കാര്യക്ക് കോടതി വാഴയ്ക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാർ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തെ അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുദപിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അനുദപിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കാൻ കർത്താവ് നിങ്ങളെ ആശ്രയിക്കട്ടെ. മുടി കൊഴിഞ്ഞു പോലെ കാണിക്കുന്നുണ്ട്. തലയോട്ടിലെ സിസ്റ്ററുകൾ കാണിക്കുന്നുണ്ട്. ശരീരത്തിലെ അരിമ്പാറ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞരമ്പുകളുള്ള സിസ്റ്റുകൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ, ഞരമ്പുകൾ വന്നിട്ടുള്ള മുഴകൾ, അലർജി രോഗങ്ങൾ, അസ്ഥി തേയ്മാനങ്ങൾ, ലിഗമെൻ്റ് പോയിട്ടുള്ള അവസ്ഥകൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, അരസസ് രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ഉച്ചത സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, കൃപാസനത്താരെ ജീവരുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ തൊണ്ടയുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. വചനത്തിൻ്റെ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വചനം പാലിക്കണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഫെബ്രുവരി 6:1. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അപ്പൊ പ്രഥമ പാഠങ്ങളിൽ എന്ന് പറയുമ്പോൾ
കുഞ്ഞുങ്ങൾക്ക് അതാണ് നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടത്. അദ്ദേഹത്തിന് 5:12 വയസ്സ് എബ്രായർ. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിരുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. പാലും കട്ടിയുള്ള ഭക്ഷണം രണ്ടാണ്. കട്ടിയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ അതാണ് ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളാണ്. അതാ കട്ടിയുള്ള ഭക്ഷണം. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ബലമാകത്തുള്ളൂ. അല്ലെങ്കിൽ പാല് കുടിച്ചാൽ നമ്മൾ പാല് പോലെ ഇരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കാഴ്ച ബംഗ്ലാവാണ്. കാഴ്ച ബംഗ്ലാവിൽ ഒരു വലിയ മഞ്ഞുണ്ട, ഐസുണ്ടയുടെ അകത്തൊരു ഇറച്ചി ഇരിപ്പുണ്ട്. ഒരു ഹിമക്കരടിനെ ആ കാഴ്ച ബംഗ്ലാവ് വളർത്തുന്നുണ്ട്. ഹിമക്കരടി ഈ ഐസുണ്ട ചാടിക്കൊണ്ടിടിച്ച് ഇതിനെ പൊട്ടിക്കും, ഈ ഇറച്ചി എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കമൻട്രി ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഹിമക്കരടികൾ ധ്രുവപ്രദേശത്തല്ല ഉള്ളത്. അപ്പോൾ ഈ ധ്രുവത്തിൽ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ് മൃഗങ്ങളൊക്കെ ചത്ത് ഒക്കെ ഇരിക്കണത്. മഞ്ഞുരുകി വീഴുന്ന സമയത്ത് പെട്ടെന്ന് ഉറച്ചു പോകില്ല. അങ്ങനെ അതിൻ്റെ അകത്ത് പെട്ട ജീവികളെ മീനും ഉണ്ടാവും, പോലെ മത്സ്യങ്ങളും. അപ്പോൾ ഹിമക്കരടി എന്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആനിമൽ പ്ലാന്റ്സിലൊക്കെ, അവൻ 2 മുൻകാലുകൾ കൊണ്ട് ചാടിക്കൊണ്ട് ഐസായിട്ടിടിക്കും, തല കൊണ്ടിടിക്കും, മോന്തയും കൈയും വെച്ചുകൊണ്ട് ചാടി ഇടിച്ച് ഐസ് പൊട്ടിക്കും. ഐസ് പൊട്ടിച്ചിട്ടാണ് ഇരുന്ന് ആ മൃഗത്തെ എടുത്തതിന് കഴിക്കണത്. ഈ ഹിമക്കരടിനെ കൊണ്ട് കാഴ്ച ബംഗ്ലാവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ സിംഹത്തിന് കൊടുക്കണ പോലെ ഇറച്ചി എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എറിഞ്ഞു കൊടുത്താൽ 6 മാസം കഴിയുമ്പോൾ ഈ ഹിമക്കരടി ചത്തുപോകും. കാര്യം എന്താണ്? അവൻ്റെ ഇങ്ങനെ ഇടിച്ച് ബലമുള്ള സംഭവത്തിനൊക്കെ എക്സസൈസ് കിട്ടത്തില്ല. അത് കാരണം സയൻറ്റിസ്റ്റുകൾ ഹിമക്കരടിയെ കാഴ്ചവെച്ച് കൊടുക്കുമ്പോൾ ഇവരെങ്ങനെയാണ് ധ്രുവപ്രദേശത്ത് ഇറച്ചി കഴിച്ചത് അതുപോലെ ഇറച്ചി എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഐസുണ്ടയൊക്കെയാണ് കൊടുക്കുന്നത്. ഇടിച്ച് പൊട്ടിച്ച് 10 മിനിറ്റ് കൊണ്ടാണ് ഈ ഐസ് പൊട്ടിച്ച് ഇതിൻ്റെ ഇറച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ തളർന്ന് കുടിച്ച് മടങ്ങിയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്. ക്യാപ്സ്യൂൾ കാറ്റീസം ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ നിങ്ങൾ മുതിർന്ന അനുസരിച്ച് ഇതുപോലുള്ള വചനങ്ങൾ കേട്ട് അല്ലാതെ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണമാണ്, ഞങ്ങൾക്ക് വീട്ടിൽ ജപമാല ഉണ്ട് എന്ന് പറഞ്ഞ് മസ് പിടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. കാര്യം സഭ വളർന്നവൻ ശരിക്കും വളർന്ന വിശ്വാസത്തിൽ അവന് ഒരു പീഡനകാലം വരികയാണെങ്കിൽ അവനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർ പീഡനകാലം വരികയാണെങ്കിൽ കരുത്ത് നേടിയിട്ടുണ്ട്. ഇന്ത്യയെ പോലുള്ള രാജ്യം ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പല കാര്യങ്ങളാണ് ഇപ്പം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പേരാണ് ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇതൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അന്നും വരെ ഉള്ളതാണ്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കർത്താവ്. അപ്പോൾ അതൊക്കെ എന്തിനും സഭ പ്രാർത്ഥിക്കുവാനും ഇതുപോലെ ഹിമക്കരടി ഇടിച്ചിറച്ച് അതിൻ്റെ ഇരയെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കഠിനമായ സമയത്ത് നമ്മളെ നിലനിർത്താൻ വേണ്ടിയാണ്, നിങ്ങളെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചതെന്നല്ലേ ജോസഫ് പറയണത്. കന്യാസിമാരെ ജയിലിലേക്ക് വിട്ടത് കേരളത്തിൻ്റെ ആത്മീയ ജീവൻ സംരക്ഷിക്കാനും കരുത്തുണ്ടാകാൻ വേണ്ടിയാണെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥനയുടെ കാലമാണ്, നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി വരാൻ പോകുന്നതിനേക്കാൾ ഭയാനകമായ പ്രാർത്ഥനയുടെ കാലമാണ്. ആദിമസഭയുടെ ചൈതന്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ചിന്തിക്കട്ടെ. എൻ്റെ പേര് ജൂലി ഏലിയാസ്. ഞാൻ തൃപ്പൂണിത്തറയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 4/3/2023 അന്ന് ഞാൻ ഉടമ്പടി എടുക്കുവാനുണ്ടായൊരു കാരണമെന്ന് പറയുന്നത് 2018 മുതൽ എനിക്ക് എൻ്റെ 2 ഓവറിയിലും സിസ്റ്റ് വളരുന്നുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചത്. ഫ്രം 2018 ഓൺവേർഡ്സ് നമ്മൾ റെഗുലർ ചെക്കപ്പുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ബേസിൽ ഇതിന് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ, മാറ്റമുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങൾ എക്സാമിനേഷനിലൂടെ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ രോഗികളുടെ കൂട്ടത്തിൽ എനിക്ക് അച്ഛനെ കാണുവാനുള്ളൊരു അവസരം ലഭിച്ചു.
അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഓവേറിയിൽ സിസ്റ്റ് വളരുന്നുണ്ടെന്നും ഇതാണ് അതിൻ്റെ റിപ്പോർട്ടെന്നും കാണിച്ച് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയും അച്ഛൻ ആ പത്രം എടുത്തുകൊണ്ട് മാതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളുടെ എല്ലാവരുടെയും തലയിൽ തൈലം പൂശി പ്രാർത്ഥിക്കുന്നത് പോലെ എന്നോടും എൻ്റെ ഫിംഗറിലേക്ക് തൈലം തന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ പോയിട്ട് വയറിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ നമ്മുടെ അൾത്താരയിൽ നിന്ന് മുട്ടുകുത്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ എഴുന്നേറ്റ് പോയി ആ സൈഡിലേക്കാണ് മാറിയത്. വാഷ്റൂമിൻ്റെ സൈഡിലേക്ക് ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ വിശ്വാസ പ്രമാണം അപ്പോൾ തന്നെ ചൊല്ലി തൈലം ഉപയോഗിച്ച് എൻ്റെ വയറ്റിന് മേലെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും ഞാൻ ആൾത്താരയിലേക്ക് കടന്നു വരികയും ഇവിടെ മുട്ടുകുത്തി നിൽക്കുകയും ചെയ്തു. അച്ഛൻ വീണ്ടും പ്രാർത്ഥിക്കുകയും അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വേറെ പ്രത്യേകിച്ച് മെസ്സേജുകളൊന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. പക്ഷേ ഞാൻ വിശ്വാസപൂർവ്വം വീട്ടിലേക്ക് മടങ്ങുകയും പ്രഭാത പ്രാർത്ഥനയും നമ്മുടെ ഉടമ്പടിയുടെ എല്ലാ പ്രാർത്ഥനകളും കൃത്യമായി നിർവഹിക്കുകയും എല്ലാ ദിവസവും വീണ്ടും തൈലം ഉപയോഗിച്ച് വയറിൽ കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും എൻ്റെ സ്റ്റാറ്റസിൽ കൊണ്ടുവരികയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ 2024 ഓഗസ്റ്റ് 8 വീണ്ടും ഞാൻ അൾട്രാസൗണ്ട് ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പോൾ ആ അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഏകദേശം 4 o'clock ടൈമായി. ഇതുപോലെ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അൾട്രാസൗണ്ടിൻ്റെ ലോട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 4 o'clock വീണ്ടും അൾട്രാസൗണ്ടിന് കയറിയപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശ് രൂപമുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പ് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. വിശ്വാസപ്രമാണവും അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചൊല്ലി വിശ്വസിച്ച് മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്ന വലിയ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ അൾട്രാസൗണ്ട് ചെയ്യുവാനായിട്ട് കയറുന്നത്. അപ്പോൾ എന്നെ റെഗുലറായിട്ട് ചെയ്യുന്ന ഡോക്ടർ വന്ന് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മളുടെ കണ്ടിരുന്ന സിസ്റ്റൊന്നും ഇപ്പോൾ ഇവിടെ കാണുവാനില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ഒരു അമ്മയുണ്ട്, കൃപാസന അമ്മയാണ് എനിക്ക് ഈ അത്ഭുതം ചെയ്തത് ഡോക്ടർ എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടറിനോട് പറഞ്ഞു, ഓക്കെ പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ്, ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ വീണ്ടും എൻ്റെ കൂടെ എൻ്റെ അമ്മയായിരുന്നു ഉണ്ടായിരുന്ന, അമ്മേനും കൂട്ടി ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവറിന് ശേഷം വേറെ 2 ഡോക്ടേഴ്സിൻ്റെ കൂടെ വന്ന ഡോക്ടർ വീണ്ടും എന്നെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് സെക്കൻഡ് റൗണ്ട് ഓഫ് അൾട്രാസൗണ്ട് അവർ അന്ന് തന്നെ ചെയ്തിട്ട് പറഞ്ഞു, നമ്മൾ ഓവറിയൻ സിസ്റ്റിൽ 2018 മുതൽ കണ്ട ഒരു എക്സാമിനേഷനിലും ഇന്ന് സിസ്റ്റ് അവിടെ ഇല്ല എന്ന റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. ആ റിപ്പോർട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല എന്നോട് പറഞ്ഞു, ഇനി സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അൾട്രാസൗണ്ടിനായിട്ട് വരികയും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയത് എൻ്റെ മാതാവാണ്, കൃപാസന മാതാവാണ് എന്ന് ഞാൻ അവിടെ ഡോക്ടറോടും വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനും മാതാവിൻ്റെ ഒരു വിശ്വാസിയാണ്, ഞാൻ കൃപാസനത്തിൽ പോകുന്ന ഒരാളാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. അതിനുശേഷം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏകദേശം ഒരു 10 വർഷത്തിന് മുന്നേ ഞങ്ങൾക്കൊരു 2 നില വീട് കരിങ്ങാച്ചിറ ജംഗ്ഷനിൽ ബൈപ്പാസ് റോഡിനോട് ചേർന്നുണ്ടായിരുന്നു. പക്ഷേ 10 വർഷം മുന്നേ അത് ഡിമോളിഷ് ചെയ്യുകയും നമ്മളത് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡിമോളിഷ് ചെയ്തത്. പക്ഷേ ലീഗൽ പെർമിഷൻ നമ്മൾക്ക് കിട്ടിയില്ല. കുറച്ച് ലീഗൽ സൈഡുകൾ നമുക്ക് ഓക്കെ അല്ലാത്തത് കാരണം 10 വർഷമായിട്ട് ഞങ്ങൾ ഇന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒത്തിരി നമുക്കറിയാം, ഒരു സിറ്റി ലൈഫിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു ഈ 10 വർഷം. പക്ഷേ ഞാൻ ഇവിടെ വന്ന് 2023 ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, അമ്മേ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഇൻകം ഏകദേശം 5 കടമുറി നമ്മളവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഇൻകവും നിലച്ച് ഞങ്ങളിന്ന് വാടകയ്ക്കാണ്. അപ്പോൾ ഒരു തരിശു ഭൂമിയായിട്ട് ആ ജംഗ്ഷനിൽ ഞങ്ങളുടെ സ്ഥലം 15 സെൻറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു വരുമാന മാർഗം തുറന്നു തരണം എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൽ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനുശേഷം എനിക്ക് വെഞ്ചരിച്ചൊരു ലോക്കറ്റ് ഇവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റും വെഞ്ചരിച്ച ഉപ്പും ഞാൻ എൻ്റെ കയ്യിലെടുത്ത് ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോയി ചേട്ടനെയും കൂടെ കൂട്ടി ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ കൃപാസനത്തിൽ പോയിട്ടുണ്ട്, വെഞ്ചരിച്ച വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ട്. ആൾക്ക് വിശ്വാസമുണ്ട്, എന്നാൽ അങ്ങനെ ഒത്തിരി എല്ലാവരുടെയും പ്രത്യക്ഷത്തിൽ വന്ന് മാതാവിൻ്റെ മുട്ടുമടക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ കൂടെ വരികയും ഞങ്ങൾ ഒരുമിച്ച് സ്ഥലത്തിൻ്റെ 4 കോർണറിലും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ ലോക്കറ്റ് എടുത്ത് ഒരു സൈഡിനോട് ചേർന്ന് കുഴിച്ചിടുകയും ചെയ്തു സ്ഥലത്തിൻ്റെ. ഇന്ന് ഞാൻ എവിടെയാണോ ലോക്കറ്റ് കുഴിച്ചിട്ടത് ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു 4 മാസമായി വലിയൊരു റെസ്റ്റോറൻറ്റ്, വലിയ തിരക്കോട് കൂടി റെസ്റ്റോറൻറ്റ് വരികയും നമ്മൾ എന്താണോ ഇൻകം മാതാവിനോട് ചോദിച്ചത് ആ ഇൻകത്തിലധികം തന്നുകൊണ്ട് ഇന്ന് നമുക്ക് അവിടുന്ന് മാതാവ് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഞാനൊരു ടീച്ചറാണ് ബൈ പ്രൊഫഷൻ.
നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി കൂടുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യവും നമ്മൾ ആഗ്രഹിക്കുന്നതുമാണ്. അപ്പോൾ ഞാൻ വലിയൊരു ലോ ഇൻകത്തോടു കൂടിയാണ് MA MPhil വിത്ത് BEd ആണെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു വളരെ സങ്കടമായിരുന്നു, മാതാവേ ഇത്രമാത്രം പഠിച്ചിട്ടും നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വലിയ ദുഃഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ ജോലി ഇല്ലാത്തവരുടെ സെക്ഷനിൽ എന്നെ ഉൾപ്പെടുത്തി എൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്തി നിന്ന്. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു വിഷമമുണ്ട് അച്ഛാ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കയ്യിൽ എൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത്ര പഠിച്ചതാണ്, പക്ഷേ എനിക്കൊരു ജോലി ഇതുവരെ നന്നായി വന്നിട്ടില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് മെസ്സേജുകളൊന്നും പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ തിരിച്ചു തന്നു. ഞാൻ ഇവിടുന്ന് പോയി. അപ്പോൾ ഞാൻ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വൺ ഓഫ് ദ വെൽ നോൺ എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസ് ഇൻ എറണാകുളം, ആ സ്കൂളിൽ നിന്നും ഒരു 3 ദിവസത്തെ വാക്ക് ഇൻ ഇൻ്റർവ്യൂ വിളിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ എൻ്റെ മെറിറ്റിൽ ഇത്രയും കാലം ഞാൻ പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, പക്ഷേ അവിടെയൊക്കെ ഞാൻ ഡിസ്ക്വാളിഫൈ ആവുകയാണ് ചെയ്തത്. എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, ഇങ്ങനെ പലതും എൻ്റെ മെറിറ്റിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണോ? എൻ്റെ മനസ്സിൽ ഒരു സൈഡിൽ നിന്ന് പോകാൻ പറയുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്നും വേണ്ട എന്നൊരു ഉൾവിളി. അപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണെങ്കിലും നിൻ്റെ കയ്യിൽ മാതാവില്ലേ, ഉടമ്പടി കാശ് രൂപമില്ലേ, ഉപ്പില്ലേ, ഇതെല്ലാം എടുത്ത് നീ പോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. തേർഡ് ഡേയിൽ ലാസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഏകദേശം 12 മുതൽ 15 വരെ കാൻഡിഡേറ്റ്സ് അന്ന് 3ാമത്തെ ദിവസം ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ കാൻഡിഡേറ്റ് ഞാൻ പാനൽ ഓഫ് ഇൻ്റർവ്യൂവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപം, ഉടമ്പടി കാശ് രൂപമുണ്ട്, എൻ്റെ മാലയിൽ ഞാൻ വേറെ മാതാവിൻ്റെ ഒരു ചെറിയ കാശ് രൂപം ധരിച്ചിരുന്നു, ഉപ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വെഞ്ചരിച്ചൊരു ഉപ്പ് നമുക്കറിയാം CCTV ക്യാമറ എല്ലായിടത്തും ഉള്ളത് കാരണം നമുക്ക് പ്രത്യക്ഷമായിട്ട് എടുക്കാൻ സാധിക്കാത്തതാണ്. ഞാൻ ഓൾറെഡി സൈഡായിട്ട് എൻ്റെ കയ്യിൽ ഇച്ചിരി ഞുള്ളി പിടിച്ചുകൊണ്ടാണ് ഞാൻ പാനൽ ഓഫ് ഇൻ്റർവ്യൂവിലേക്ക് കടന്നു ചെല്ലുന്നത്. ഞാൻ എൻട്രി ചെയ്ത് ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ നിലത്ത് ചവിട്ടാതിരി സൈഡിലേക്ക് ഇട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ ഒരു 5-8 പേര് ഇരിക്കുന്ന ഇൻ്റർവ്യൂവിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ദേ വർ ആസ്കിങ്. അപ്പോൾ എനിക്ക് അതിനെന്തോ ഉത്തരം കൊടുത്തേന്നോ അല്ലെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് ഞാൻ കൊടുത്തോ ഇതൊന്നും എനിക്കറിയത്തില്ല. ഐ വാസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷേ ഞാൻ ആ ഇൻ്റർവ്യൂ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മാഡം പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഔട്ട് സൈഡ് വെയിറ്റ് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ആണ്, ഡെമോ ക്ലാസ് ആണ്. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്കൊന്നും അറിയില്ല, ഈ ഹാളിൽ നിന്നും എന്നെ നാണം കെടാതെ ഇവിടുന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണം, എനിക്ക് ജോലി തന്നില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ അമ്മയുടെ മകളായിട്ട് ജീവിച്ചു കൊള്ളാം, പക്ഷേ ഒരു നാണം കെടുത്താൻ എന്നെ ഇടവരുത്തരുത്, എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഡെമോ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് റൗണ്ട്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഡെമോ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ റിട്ടേൺ ആപ്ലിക്കേഷൻ അവർ നോക്കുകയായിരുന്നു. നമുക്കൊരു റിട്ടേൺ ക്വയറീസ് ഉണ്ടായിരുന്നു, 3-4 പേജസ് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി ഇപ്പം പ്രിൻസിപ്പാൾ പറയുകയാണ്, സോ യു ഗോട്ട് എ വെൽ നോൺ വെരി ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്. ആക്ച്വലി പ്രിയമുള്ളവർ, ഞാൻ എഴുതിയത് ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച പേന വെച്ചിട്ടാണ് എൻ്റെ ബയോഡേറ്റ കംപ്ലീറ്റ് ഞാൻ അവിടെ ഫില്ല് ചെയ്തതും അവിടെ ഞാൻ എൻ്റെ സർവ്വ കാര്യങ്ങളും എഴുതി പതിപ്പിച്ചതെല്ലാം ഇവിടുത്തെ വെഞ്ചരിച്ച പേന ഉപയോഗിച്ചിട്ടാണ്. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, എൻ്റെ കഴിവല്ല ഇവിടെ പ്രകടമാകേണ്ടത്, അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രം ഇവിടെ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതിയത്. അങ്ങനെ ഡെമോയും ഞാൻ പാസ്സായി. എന്നോട് വീണ്ടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തേർഡ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിൽ പ്രിൻസിപ്പാളുമായിട്ടുള്ള മീറ്റിങ്ങിൽ എന്നെ വിളിച്ചു. അപ്പോൾ പറഞ്ഞത് ഇതാണ്, മാഡം യു ആർ സെലക്റ്റഡ് ആൻഡ് യു ആർ അപ്പോയിൻറ്റഡ് May 12th ഈസ് ദ ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അന്ന് ഏകദേശം 5:30 ഞാൻ ആ സ്കൂൾ വിട്ടു. വീണ്ടും ഞാൻ പഴയ പോലെ ജോയിൻ ചെയ്ത് എൻ്റെ പഴയ സ്കൂളിലേക്ക് പോയി. March 25th ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ, പ്രിയപ്പെട്ടവർ, ഞാൻ എന്താണോ എൻ്റെ 3ാമത്തെ ഉടമ്പടിയിൽ ഞാൻ എഴുതിയത്, എത്ര ശമ്പളത്തോടു കൂടിയാണോ എനിക്ക് അമ്മയോട് ഞാൻ ചോദിച്ചത് എനിക്കൊരു ജോലി കിട്ടണമെന്ന്, ആ ശമ്പളത്തിലോട് കൂടി തന്നെ എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുകയും യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് സീനിയർ സെക്കൻഡറി ടീച്ചർ എന്നൊരു അപ്പോയിൻമെൻറ്റ് ലെറ്ററോട് കൂടി തന്നെ അമ്മ എന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് 1000 നന്ദി പറയുകയാണ്. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് നന്മയ്ക്കായിട്ടാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തരുമെന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്കുണ്ട്. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, തുടക്കത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ച് ബോധേഡാണ്, ഞാനും ബോധേഡായിരുന്നു. ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ ഞാനിങ്ങനെ പോയി പത്രമൊക്കെ കൊടുക്കാൻ പോകുമ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോളാണ് സെറ, ഇവളെ കൂട്ടിപ്പിടിച്ചാണ് ഞാൻ എപ്പോഴും പത്രം കൊടുക്കാനായിട്ട് പോവുക. പിള്ളേരാകുമ്പോൾ ഓടി നടന്ന് കൊടുക്കൂലോ എന്നുള്ള ചിന്ത കൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു പോയിക്കൊണ്ടിരുന്ന, തൃപ്പൂണിത്തറ തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനെ കൂട്ടിപ്പിടിക്കും, അവളോട് പറയും ഇതേ അമ്മയും കൂടെ വരാം, മോള് കൂടെ വന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് ഉടമ്പടിയിൽ അങ്ങനെ ആയിരുന്നെങ്കിലും, പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡ് ഞാൻ എപ്പോഴാണോ പുതുക്കിയത് അപ്പോൾ മുതൽ എൻ്റെ പ്രിയമുള്ളവർ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ മാതാവ് എന്താണ് പ്രവർത്തിച്ചത് അതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷനോടുകൂടി വിശ്വാസത്തോടു കൂടി ഞാനും എൻ്റെ കൊച്ചും കൂടി എല്ലാ പത്രവും ഒരു നാണക്കേടും വിചാരിക്കാതെ ഈവൻ ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തുമായിട്ട് ഞങ്ങൾ കൊടുക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു.
ഒപ്പം തന്നെ പൊതിച്ചോറും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ സമയം പോലെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്വഭാവ വൈകല്യം എന്ന് പറയുക, എനിക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഇങ്ങനെ എന്നെ മുറിവേൽപ്പിച്ചവരെ ഞാൻ വീണ്ടും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരു വ്യക്തി, ഇങ്ങനെ പലതരത്തിലുള്ള വൈകല്യങ്ങൾ എൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റുവാൻ സാധിച്ചില്ലെങ്കിലും ഏകദേശം ഒരു 80% ഞാൻ വിശ്വസിക്കുകയാണ് മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിലൂടെ ഇന്ന് എൻ്റെ സ്വഭാവത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പം അമ്മയും തിരുക്കുമാരനും ഒരുമിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇനിയും മാതാവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധമായൊരു ജീവിതം ജീവിക്കുവാനായിട്ട്, അമ്മയോടൊപ്പം നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു.